നമ്മുടെ വീട്ടിൽ കിടന്ന് ആശുപത്രിയിൽ കിടന്ന് മരിക്കുമ്പോൾ മാലാഖമാർ വന്ന് പൊതിഞ്ഞ് മലക്കുൽ മൗത്ത് വന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സമാധാനമടഞ്ഞ ആത്മാവേ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് മടങ്ങി വരിക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, സംതൃപ്തമായ ലോകത്തേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു യാത്ര പോകാൻ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ എങ്കിൽ അവസാനം മാറടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് നമ്മുടെ അവസാനത്തെ യാത്രയും പൂർത്തിയാക്കിയിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുന്ന ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ആരാണ് ആ മനുഷ്യൻ? അവൻ്റെ ജീവിതത്തിൽ വിലയേറിയ ഒരുപാട് വാഹനങ്ങളിൽ അടിപൊളിയായി ഡ്രൈവ് ചെയ്തവനായിരുന്നു. ഇന്ന് മയ്യത്തു കട്ടിലിലാണ് അവൻ്റെ യാത്ര. നല്ല വിലപിടിപ്പുള്ള തരം നോക്കിയിട്ട് പുതിയ മോഡൽ നോക്കിയിട്ട് വേഷം സ്വീകരിച്ചവനായിരുന്നു. ഇന്ന് കഫൻ പുടവയിലേക്കാണ് അവൻ മാറ്റപ്പെടുന്നത്. മനോഹരമായ സുന്ദരമായ ഗാർഡനുകൾ നിറഞ്ഞ നല്ല രൂപത്തിൽ AC വരെ സംവിധാനിച്ച വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ആ മനുഷ്യൻ ഇന്ന് അവിടെ നിന്ന് പടിയിറങ്ങിപ്പോകുന്നത് 6 അടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്കാണ് കൊണ്ടുപോയി വെക്കുന്നത്. ഇത് ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഇത് ആലോചിക്കാൻ തുടങ്ങിയാൽ അവൻ മനുഷ്യൻ ഒരു നന്നാവലിന് സന്നദ്ധനാവും. അവൻ്റെ കുടുംബം നന്നാവും, അവൻ്റെ വ്യക്തിത്വം നന്നാവും, അവൻ്റെ സാമ്പത്തിക രംഗം വിശുദ്ധമാകും, അവൻ്റെ ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാൻ മറ്റൊരു ഉപദേശകന്റെ ആവശ്യമില്ല. കഫാ ബിൽ മൗതി വാഇലാ, ഉപദേശകനായി മരണം മതിയായവനാണ്. മതി ഉപദേശിക്കാൻ, മരണം മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇമാം ദഖാഖ് റഹിമഹുല്ല പറഞ്ഞത്, ഒരു മനുഷ്യൻ തൻ്റെ അവസാനത്തെ മരണത്തിനെ കുറിച്ചുള്ള യാത്രയെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ വേഗത്തിൽ തഅജീല തൗബ, പെട്ടെന്ന് തൗബ ചെയ്ത് നന്നാകാൻ തീരുമാനിക്കും. വഖനാഅത്തുൽ ഖൽബി, അവന് സംതൃപ്തമായ ഉള്ളത് കൊണ്ട് മനസ്സറിഞ്ഞ് ജീവിക്കാൻ അവൻ ഒരുങ്ങും. അതുപോലെ തന്നെയാണ് വനശാത്തുൽ ഇബാദ, ആരാധനകളിൽ അവൻ ഊർജ്ജസ്വലനായി മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കിട്ടിയ ഈ ആയുസ്സിൻ്റെ ഇടക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കേണ്ടത്? എൻ്റെ വീട് കൊണ്ട്, എൻ്റെ ഇബാദത്ത് കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ ദാമ്പത്യം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട്, എൻ്റെ മക്കളെ കൊണ്ട്, എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്കെന്താ കിട്ടേണ്ടത്? എൻ്റെ പരലോകം വിജയിക്കണം, എൻ്റെ പരലോകം വിജയിക്കണം. എന്തിനാ വിവാഹം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ദീനുള്ളവളെ അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാരണം ഫൽഫർ ബിദാത്തിദ്ദീൻ, ദുനിയാവ് നോക്കിക്കൊള്ളുന്നില്ല പറയേണ്ടത്, അല്ലല്ലോ. നിങ്ങൾ ദീന് പരിഗണിച്ചോളൂ. കാരണം ഈ യാത്ര പരലോകത്തേക്കുള്ള ദാമ്പത്യമാണ്. ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും ചാരി ഇരുന്ന് സുഖിക്കുന്നവരായിരിക്കും സ്വർഗത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാത്തിൻ്റെയും ആത്യന്തികമായി പരലോകത്തെ വിജയമായി മാറണം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. പരലോകം ഉദ്ദേശിച്ച്, ആഖിറം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ, അവൻ ഈമാനോടെ അധ്വാനിച്ചാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. വീട്ടിൽ അവരുണ്ടാക്കുന്ന, ഒരു പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പടച്ചോൻ കൂലി തരും. ഇതുകൊണ്ട് എനിക്ക് കൂലി കിട്ടണമെന്ന് നീയത്തുണ്ടെങ്കിൽ, മക്കൾക്ക് യൂണിഫോം ഇട്ട് സ്കൂളിൽ പറഞ്ഞയക്കുന്നതിന് കൂലി കിട്ടും. അവൾ പരലോകം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ അയാളെ ജോലിയിൽ സമാധാനിപ്പിക്കാൻ, അയാൾക്ക് വേണ്ടുന്ന ആശ്വാസങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഒരു ഭാര്യയ്ക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഒരുക്കി കൊടുക്കാൻ ഒരു മനുഷ്യൻ പരലോകം നീയത്ത് വെച്ചാൽ കൂലി കിട്ടും. പരലോകം പ്രതീക്ഷിച്ചാവണം അയാൾ ചെയ്യണം. ഈ ഇരുത്തം പോലും നമ്മുടെ ലക്ഷ്യം അവിടേക്കായി മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാലോചിക്കണം, ചിന്തിക്കണം. ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ പുലർച്ചെ ഞാൻ ഉണ്ടാകുമോ? ഇല്ല. എന്ത് ഗ്യാരണ്ടി ആ മനുഷ്യനുള്ളത്? എന്നാൽ ഞാൻ എന്ന് മരിച്ചാലും എൻ്റെ നാളേക്ക് വേണ്ടി എൻ്റെ ഫറദുകൾ ശരിയാണോ, എൻ്റെ ഇബാദത്തുകൾ ശരിയാണോ, എൻ്റെ പെരുമാറ്റങ്ങൾ ശരിയാണോ, എൻ്റെ കുടുംബജീവിതം എത്ര മികച്ചതാണോ എന്ന് ഓരോരുത്തരും അവനവന് വേണ്ടി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പരലോക നാളിൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അന്ന് ഒരു രഹസ്യവുമില്ല. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒന്നും മറച്ചു വെക്കാൻ പറ്റാതെ എല്ലാം പുറത്ത് കാണിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പാസ്വേഡുകളുണ്ട്, അറിയാതെ കൊണ്ട് നടക്കാൻ സ്വകാര്യതകളുണ്ട്. ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി പോകുന്ന ഭർത്താവ് വിചാരിക്കുന്നു ഭാര്യ വീട്ടിലല്ലേ, ആരറിയാൻ? വീട്ടിലിരിക്കുന്ന ഭാര്യ വിചാരിക്കുന്നു ഭർത്താവ് പുറത്തല്ലേ, പ്രവാസിയല്ലേ, വിദേശത്തല്ലേ,
ആരറിയാൻ? യൗമ ഇതിനൊരു ദിവസം വരാനുണ്ട്, അന്ന് ഖാഫിയത്തായ ഒളിഞ്ഞു കിടന്ന രഹസ്യങ്ങൾ മൊത്തം പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ്. യൗമ ഇതില്ലാ തൻഫഉ ശഫാഅ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ശുപാർശ പറഞ്ഞാൽ പോലും പ്രയോജനപ്പെടാത്ത ഒരു ദിവസമാണ്. അള്ളാന്റെ അനുമതി ലഭിച്ചവർക്കല്ലാതെ, റഹ്മാനായ റബ്ബിന്റെ അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അന്ന് ശഫാഅത്ത് നടത്താൻ പോലും കഴിയില്ല. അതിൻ്റെ കുട്ടിയാണ്, ഇതിൻ്റെ മാപ്പിളയാണ്, എൻ്റെ ബാപ്പയാണ്, എൻ്റെ ഉമ്മയാണ് എന്നൊന്നും പറഞ്ഞ് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഇപ്പം രക്ഷപ്പെടുത്തണം എന്നൊന്ന് പറയാൻ പറ്റുന്ന ഒരു ലോകമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെ പരലോകം ഓർത്തു പോകണം. അവിടെ കർമ്മങ്ങളുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. ഈമാനുള്ള മുഅ്മിനായ നല്ലവനായ സത്യവിശ്വാസിയായ തൗഹീദുള്ളവനായി കർമ്മം ചെയ്തെങ്കിലേ ജയിക്കാൻ പറ്റുകയുള്ളൂ. ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. കർമ്മങ്ങൾ വേണം, ദിക്ർ വേണം, സ്വലാത്ത് വേണം, സുന്നത്ത് നമസ്കാരങ്ങൾ വേണം, നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണം. ആരുടെ തുലാസിലാണോ കർമ്മങ്ങൾ കൂടുന്നത്, ഭാരം കൂടുന്നത്, അവരാണ് വിജയിക്കുന്നവരായ കക്ഷികൾ. നമ്മുടെ കുടുംബം സ്വർഗത്തിൻ്റെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നമുക്ക് ജയിക്കണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാവണം. ബാപ്പ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് ഹജ്ജ് ചെയ്തു, അതുകൊണ്ടൊന്നും മക്കൾ രക്ഷപ്പെടൂല. ഭാര്യ നല്ല ദഅവത്തിലാണ്, ഭർത്താവ് വേറെന്തിലോ ആണ്, അതുകൊണ്ട് രക്ഷപ്പെടൂല. ഓരോരുത്തരും അവനവന് വേണ്ടി ഇറങ്ങണം, പ്രവർത്തിക്കണം, അധ്വാനിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവിനെ വിളിക്കുക. നോക്ക്, നിങ്ങൾ തങ്ങൾ കുടുംബാണ് അല്ലേ, അഹ്ലു ബൈത്തിലല്ലേ. ആ നബി തങ്ങളാണ് സ്വർഗത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് മകൾ ഫാത്തിമ ബീവിനെ വിളിച്ച്, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നീ നിന്റെ തടിനെ നരകത്തുനിന്ന് കാത്തോളണം. നബിൻ്റെ മോളാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യനെ കുറിച്ച് അവർ നരകത്തിലാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യനെ കുറിച്ച് അവർ നരകത്തിലാണ്, ഇബ്രാഹിം നബിൻ്റെ വാപ്പാനെ കുറിച്ച് അദ്ദേഹം നരകത്തിലാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? കുടുംബം നോക്കി, തറവാട് നോക്കിയിട്ടല്ല അത് തീരുമാനിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ വിശ്വാസവും കർമ്മവും കൃത്യമാകണം. എന്തിനെ അടിസ്ഥാനമായി നമ്മൾ ജീവിക്കണം? ബാപ്പ കാരണവന്മാരൊക്കെ എന്തു ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പ കാരണവന്മാർ ചെയ്തൊക്കെ ചെയ്യുള്ളൂ. എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാപ്പ ചെയ്തത് വിഗ്രഹാരാധനയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ എൻ്റെ ബാപ്പ കാരണവന്മാരൊക്കെ ചെയ്തതാണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ അബൂലഹബും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദൊക്കെ ചെയ്തു കൂട്ടിയിരുന്ന വിഗ്രഹാരാധനയായിരിക്കും പാരമ്പര്യമായിട്ട് കടന്നു പോരുക. പകരം അവരൊരു തീരുമാനമെടുത്തു, അള്ളാഹിൻ്റെ വഹയി പിൻപറ്റാൻ തീരുമാനിച്ചു. അത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, വഹയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിഴക്കൂല, അബദ്ധം വരൂല, തെറ്റ് വരൂല, തിരുത്തേണ്ടി വരൂല. അള്ളാഹിൻ്റെ ഖുർആൻ അവസാനത്തെ വഹയിൻ്റെ സന്ദേശമാണ്. മനുഷ്യരെ മുഴുവൻ നന്മയിലേക്ക്, സത്യത്തിലേക്ക് നയിക്കുന്ന വേദഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. സർട്ടിഫിക്കറ്റായി അതിൽ നോക്കി കുടുംബജീവിതം നയിച്ചോന് പിഴക്കൂല. വയുബശ്ശിറുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഈ ഗ്രന്ഥം സന്തോഷ വാർത്തയാണ് തരാൻ പോണത്. എങ്ങനെയുള്ള? അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, അന്നലഹും അജ്റൻ കബീറാ, വമ്പിച്ച പ്രതിഫലം അവരെ കാത്തിരിക്കുന്നു. ഇവിടെ ചെയ്തതിന് നാളെ നമ്മളോട് പറയാണ്, ഇനി മുതൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ മാത്രമേ ഉള്ളൂ, റിസൾട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതാൻ വിടുമോ? ഇനി മുതൽ ഈ നാട്ടിൽ ഇലക്ഷൻ വോട്ട് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ, റിസൾട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പരിപാടിക്ക് പോകുമോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന ശരിതെറ്റുകൾ പരിശോധിച്ച് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന, അതിൽ നന്മയും തിന്മയും പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്നും, ഞാൻ ചെയ്യുന്ന സകല നന്മകൾക്കും ഇവിടെ ഒരു മനുഷ്യനും പ്രതിഫലം തന്ന് തൃപ്തിപ്പെടുത്താൻ കഴിയൂല. അതുകൊണ്ട് അതിനൊരു ലോകം പടച്ച റബ്ബ് തന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ റബ്ബ്. അള്ളാഹിൻ്റെ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ എന്തേത് വിഷയങ്ങളിലും ഈ ഗ്രന്ഥമാണ് മുറുകെ പിടിക്കേണ്ടത്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, സത്യമായിക്കൊണ്ട് ഈ ഗ്രന്ഥം നിങ്ങൾക്കിതാ അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ് നബിയേ. ഫമനിഹ്തദാ ഫലിനഫ്സി, ഈ ഗ്രന്ഥം ഒരാൾ സ്വീകരിച്ചാൽ സന്മാർഗം നേടിയെടുത്തവനാണ്, അവൻ സ്വയം സന്മാർഗം കിട്ടിയവനാണ്.
വമൻ ളല്ല, ആരെങ്കിലും ഇത് സ്വീകരിക്കാതെ പിഴച്ചു നടന്നാൽ നാട്ടുകാർക്ക് പ്രശ്നമല്ല, അള്ളാഹ്ക്ക് ഇവിടെ ഒന്നും സംഭവിക്കൂല. ഫഇന്നമാ യദില്ലു അലൈഹാ, അവന്റെ പിഴവ് അവൻ തന്നെയായിരിക്കും അനുഭവിക്കാൻ പോണത്. നമ്മൾ നമ്മുടെ ജീവിതത്തെ അള്ളാഹിൻ്റെ സ്വർഗം നേടാൻ വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തെ ക്രമീകരിച്ചതെങ്കിൽ അള്ളാഹിൻ്റെ കലാം, അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ അടിസ്ഥാനം പരിഗണിക്കണം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. 4 സ്ഥലത്താണ് ഇതേ ആയത്ത് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ഈ ഗ്രന്ഥം അസീസായ ഹക്കീമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ്. പടച്ചോൻ്റെ കന്ന് കിട്ടിയ ഗ്രന്ഥമാണ്. ഇതിൽ ഒരു പേടിയും പേടിക്കണ്ട. ഇത് സ്വീകരിച്ചവനൊരു വിഷമവും ഉണ്ടാവണ്ട. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഇത് ഇരുട്ടല്ല, ഇത് വെളിച്ചമാണ്. വ്യക്തമായ സ്പഷ്ടമായ തെളിവുകളുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ പിൻപറ്റിയാൽ അവൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, തിരുമിറ്റക്കോടുകാരെ, കുറ്റനാടുകാരെ, നമുക്ക് രക്ഷപ്പെടണം. നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ഉസ്താദുമാരില്ല, കാരണവന്മാരില്ല, സംഘടനകളില്ല, രാഷ്ട്രീയക്കാരില്ല, നേതാക്കന്മാരില്ല. നമ്മൾ നമ്മുടെ അമലുമായി പോകുന്ന നാളിൽ അള്ളാഹിൻ്റെ കിതാബ് രക്ഷാമാർഗം പഠിപ്പിച്ച് തന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത് പിൻപറ്റി ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇത് നിങ്ങൾ മാർഗമായി സ്വീകരിക്കുന്നില്ല, തോന്നിയതുപോലെ ഭൂരിപക്ഷത്തിന് നോക്കി, ബാപ്പകാരനോമാരെ നോക്കി, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണെങ്കിൽ വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്ന ഈ അഹ്സനായ മികച്ചതിനെ നിങ്ങൾ പിൻപറ്റണം. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു ബഗ്ത, പെട്ടെന്ന് അള്ളാന്റെ അദാബ് വരുന്നതിൻ്റെ മുമ്പ്. ഇത് സ്വീകരിക്കണില്ലെങ്കിൽ പിന്നെ അദാബിന് സാധ്യതയുണ്ട്, കഠിനമായ വമ്പിച്ച ശിക്ഷകൾക്ക് സാധ്യതയുണ്ട്. ഈ ഗ്രന്ഥം സ്വീകരിക്കാതെ പോയാൽ ഒരുപാട് അപകടങ്ങൾ അയാളുടെ ജീവിതത്തിൽ വരും. ഇത് ചിന്തിക്കാതെ പോയാൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്താ ഇതിലെ ആയത്തൊന്നും ചിന്തിക്കാത്തത്? നിങ്ങളുടെ കൽബിന് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഖുർആന്റെ ചോദ്യമാണ്. നാളെ പരലോകത്ത് ശ്രദ്ധിച്ചോളൂ, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നാളെ പരലോകത്ത് റസൂല് വന്നിട്ട് വിലപിച്ച് വിഷമത്തോടെ പറയുന്നൊരു വാക്കുണ്ട്. വഖാല റസൂൽ, റസൂല് പറഞ്ഞിരിക്കുന്നു, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. സൂറത്തുൽ ഫുർഖാനിൻ്റെ 30-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എൻ്റെ ഉമ്മത്ത് ഇതാ, റസൂല് പറയാണ്, എൻ്റെ ഖൗമിതാ ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളിയല്ലോ. ഓതൂല, പഠിക്കൂല, പാരായണം ചെയ്യൂല, അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കൂല, അതിനെ ഉൾക്കൊള്ളൂല. അങ്ങനെ ഇതിനെ അവഗണിച്ചു തള്ളിയവരായി പോയല്ലോ. നമ്മളെക്കുറിച്ച് അതാകാതിരിക്കാൻ, അതിൽ പെടാതിരിക്കാൻ ഖുർആൻ ഓതണം, പഠിക്കണം, ഹിഫ്ള് ചെയ്യണം, തദബ്ബുർ ചിന്തിക്കണം, അതിലുള്ളത് പ്രവർത്തിക്കണം, അത് പ്രബോധനം ചെയ്തു കൊടുക്കണം. ഒരുപാട് പണികളുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, രോഗം മാറണോ, സന്താന ഭാഗ്യം വേണോ, വിഷമങ്ങൾ നീങ്ങണോ, ദുരിതങ്ങൾ മാറണോ, ജോലി ശരിയാവണോ, കല്യാണം ശരിയാവണോ, സന്താന സൗഭാഗ്യം വർദ്ധിക്കണോ, ഒക്കെ പരിഹാരമുണ്ട്. പക്ഷിപ്പാട്ട്, മാലപ്പാട്ട്, കിളിപ്പാട്ട്, കുറത്തിപ്പാട്ട്, ഈ അള്ളാന്റെ വിശുദ്ധമായ കലാമ്, സ്പഷ്ടമായ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഉത്തമമായ അള്ളാന്റെ കലാമ്, ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാട്ടുകൾ മുഴുവൻ അങ്ങ് എടുത്തിട്ട് അതങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഈ നാട്ടുകാരോട്, പ്രിയപ്പെട്ടവരോട്, ഈ സദസ്സിലുള്ളവരോട് പറയാണ്, ചുരുക്കി വളരെ വേഗത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാല മൗലൂദുകൾ ഏത് എടുത്തോ, ഏതെങ്കിലും എടുത്തോ, ഏതെങ്കിലും ഒന്ന്. ആ മാല മൗലീദുകളാവട്ടെ, കുത്തുബിയത്താവട്ടെ, കുത്തറാത്തീബാകട്ടെ, ഹദ്ദാദ് റാത്തീബാകട്ടെ, സ്വലാത്തു നാരിയാവട്ടെ, സ്വലാത്തു വാർഷികങ്ങളാവട്ടെ, നൂറെ ഹബീബാവട്ടെ, നൂറെ അജ്മീറാവട്ടെ, അറിവിന്നിലാവട്ടെ, ഏത് സാധനം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അള്ളാന്റെ ഖുർആനിനോട് അത് കടപിടിക്കുമോ? ഇല്ല. ശരി, എത്ര കൊല്ലം മാക്സിമം ഇതിന് കാലാവധി ഉണ്ടാകും? മാക്സിമം പോയാൽ 800 കൊല്ലത്തിലധികം പഴക്കമുള്ള ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അള്ളാന്റെ കലാമോ 1400 കൊല്ലം പഴക്കമുള്ളതാണ്. ഇന്നും പുതുമയോടെ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന വഹിയാണ് ഖുർആൻ. ബാക്കിയുള്ള മൗലിദ് കിതാബുകളും ഹദ്ദാദു റാത്തീബും ആരുണ്ടാക്കിയതാണ്? നബി ഉണ്ടാക്കിയതാണോ? അല്ല. വഹിയിലൂടെയാണോ? അല്ല. അത് ഈ പിൽക്കാലത്ത് മനുഷ്യന്മാർ കെട്ടിയുണ്ടാക്കിയതാണ്. അതിൽ പല പോരായ്മകളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല, പഠിക്കാൻ വേണ്ടി പറയാ. അതിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, സ്വഹാബത്ത്, സലഫ് സ്വാലിഹീങ്ങളായ ഒരു മനുഷ്യനും ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഓൽക്കി മാലി മുഹിദ്ദീൻ മാലി ഹദ്ദാദു റാത്തീബ് ഒന്നും ഓൽക്ക് അറിയില്ല.
അവരാരാ? ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും, ഉത്തമരാണ്. ഇതൊന്നും കാണാതെ ചൊല്ലാതെ ഇത് തൊടാത്ത ഇവരെ പറ്റി പറഞ്ഞത് ഉത്തമരായ തലമുറയാണ് ആദ്യത്തെ 3 നൂറ്റാണ്ട് പോലും കണ്ടിട്ടില്ല. ഓട്ടെ, സിഹാഹു സിത്ത് 6 പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരാരും ഇതൊന്നും കണ്ടിട്ടില്ല. ഹദ്ദാദ് അറിയില്ല, ഖാത്തീബ് അറിയില്ല, മുഹ്യിദ്ദീൻ അറിയില്ല, അവർ കണ്ടിട്ടില്ല. ഓട്ടെ, അടുത്തത് മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ ഒരാളും ഈ കുടുംബങ്ങളിൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഇവയൊന്നും ഒരൊറ്റ മദ്ഹബിന്റെ ഇമാമും കണ്ടിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. ഓൾക്കും അറിയില്ല, അവരും ഏറ്റെടുക്കാൻ സന്നദ്ധരല്ല. ഇനി നമ്മൾ എന്താ ചെയ്യ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ ലഹരികളിലേക്ക് ചെന്ന് പോവുക, തെറ്റായ ഒരുപാട് പ്രവണതയിലേക്ക് പോവുക. അറിവുള്ളവർ അവരെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടതിന് പകരം നമ്മുടെ ചെറുപ്പക്കാർ ഇതാ പിഴച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവരൊക്കെ നന്നാക്കാൻ എല്ലാവരും വീടുകളിൽ മൗലീദ് പാരായണം ആരംഭിക്കണം. എന്നിട്ട് ദുആ മജ്ലിസുകൾ ഉണ്ടാക്കിയിട്ട് പ്രത്യേകമായ ഇതുവരെ കാണാത്ത കുറെ ദുആ മജ്ലിസും പിരിവുണ്ടാക്കണം. നൂറെ അജ്മീർ, നൂറെ ഹബീബി എന്ന് പറഞ്ഞ് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണം. എന്തിനാ? ചെറുപ്പക്കാർ പിഴക്കാതിരിക്കാൻ. അതിനേക്കാൾ വലിയ പിഴവിലേക്കാണ് നമ്മുടെ പരിസരത്തുള്ള ആളുകൾ, നേതാക്കന്മാർ വരെ ജനങ്ങളെ വിളിച്ചോണ്ട് പോണത്. അതുകൊണ്ടൊന്നും ചെറുപ്പക്കാർ നന്നാവില്ല. അവർക്ക് ദീന് കൊടുക്കാൻ നോക്കൂ നിങ്ങൾ. മദ്യവും വ്യഭിചാരവും പലിശയും കൂത്താടി നിന്നിരുന്ന ഒരു നാടിനെ എങ്ങനെ നന്നാക്കിയത്? യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്ത് 3-ാമത്തെ ആയത്തൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവിൻ്റെ റസൂൽ അവരിലേക്ക് വന്നിട്ട് യത്ലൂ അലൈഹിം ആയാതി, യത്ലൂ അലൈഹിം ആയാതി, അള്ളാന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ്, അള്ളാന്റെ കിതാബ് അവരെ പഠിപ്പിച്ചു കൊടുത്തു. ഇതിനു പകരം ഈ നിലക്കുള്ള ചൂഷണങ്ങളിലേക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോയിട്ട് ഇതാണ് നന്നാകാനുള്ള മാർഗം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെയാണ് അള്ളാന്റെ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 99-ാമത്തെ ആയത്തിലടക്കം 79-ാമത്തെ ആയത്തിലടക്കം അതാ നമുക്ക് കാണാൻ സാധിക്കും. 3 സ്ഥലത്താണ് ആ ആയത്തിൽ വൈലുൻ വൈലുൻ, നാശം നാശം എന്ന് പറഞ്ഞത്. നാശം നാശം എന്ന് പറയാ. ഒരു കൂട്ടം ആളുകൾക്ക് നാശമുണ്ട്. അവരാരാണ്? അവർ കിതാബ് എഴുതിണ്ടാക്കും. ബിഐദീഹിം, അവരുടെ സ്വന്തം കൈകൊണ്ട്. സുമ്മയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അള്ളാന്റെ എന്നുള്ളതാണ്, ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ പുണ്യം കിട്ടുന്നതാ, ഇതൊക്കെ കൂലി കിട്ടുന്നതാ, ഇതൊക്കെ മഹത്തുള്ളതാണ് അവരങ്ങ് പറഞ്ഞു നടക്കും. ഇവർക്ക് നാശമുണ്ട്. എന്തിനാണ് ഇവരിത് ഉണ്ടാക്കുന്നത്? ലിയഷ്തറൂ ബിഹി സമനൻ ഖലീലാ, തുച്ഛമായ സമ്പത്തിന് വേണ്ടി, തുച്ഛമായ വിലക്ക് വേണ്ടി, അത് വിൽക്കാൻ വേണ്ടിയാണ്. പൈസ ഉണ്ടാക്കണം. ഗൂഗിൾ പേ അല്ലാതെ, പൈസ ഇല്ലാതെ ഏതെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? ഒരു പരിപാടി നടക്കണില്ലേ? എല്ലായിടത്തും പിരിവ് നടക്കണില്ലേ? സഹോദരങ്ങളെ, ഇവരെ കുറിച്ചാ പറഞ്ഞത്. ഫവൈലുൽ ലഹും മിമ്മാ കതബ ഐദീഹിം, മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതും നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, അവരതുകൊണ്ട് സമ്പാദിക്കുന്നതും നാശമാണ്. 3 സ്ഥലത്താണ് നാശം നാശം എന്ന് പറഞ്ഞത്. അങ്ങനെ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയിട്ട് അതിന് പോരിശയുണ്ടാക്കിയിട്ട് അത് ജനങ്ങളോട് ചൊല്ലാനും ഓതാനും പറഞ്ഞു കൊടുത്തു. ഈ അള്ളാന്റെ കലാം ഇന്ന് കുടുംബങ്ങളെ അകറ്റി. എന്താ ലാഭം? അള്ളാന്റെ ദീനിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു മാറി നടന്നു. കുറേ ആളുകൾ മതയുക്തിവാദികളായി, കുറേ ആളുകൾ നിരീശ്വരവാദികളായി, കുറേ ആളുകൾ നേരത്തെ പറഞ്ഞ ലിബറൽ മുസ്ലിങ്ങളായി മാറി. എല്ലാ തോന്നിവാസത്തിനും കുടപിടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ ഖുർആൻ പറയാണ്, മനുഷ്യരെ, ഈ പുരോഹിതന്മാരെ സൂക്ഷിക്കണം, ദീന് വളച്ചൊടിക്കുന്നവരെ സൂക്ഷിക്കണം, ദീന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ സൂക്ഷിക്കണം, ദീനിന്റെ പേര് പറഞ്ഞ് തരികട തട്ടികട പരിപാടി നടത്തുന്ന ആളുകളെ സൂക്ഷിക്കണം. അള്ളാന്റെ ഖുർആൻ സൂറത്തു തൗബയിലെ 34-35 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, ആരെ വിളിച്ച്? സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, മനുഷ്യരിൽപ്പെട്ട പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകളുണ്ട്. അവരുടെ പണി എന്താണ്? യഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുക.
സ്വലാത്തിൻ്റെ പേരിൽ തിന്നുക, ദിക്റിൻ്റെ പേരിൽ തിന്നുക, ജനങ്ങളേക്കൊന്ന് പൈസ മേടിക്കുക, സിയാറത്തിൻ്റെ പേരിൽ പൈസ മേടിക്കുക. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ പല കാര്യങ്ങളെയും വളച്ചൊടിച്ച് കൊണ്ട് നടന്നിട്ട് അതുകൊണ്ട് സമ്പാദിക്കുന്ന അവസ്ഥ. അതുമാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തു നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുണ്ട്. ആയത്തിന്റെ അവസാനം പറയാണ് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനിക്കുന്ന ശിക്ഷയുണ്ടെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചോ. അത്ര നല്ല പണിയല്ല. ഒരുവിധം മനസ്സിനകത്ത് ഈമാൻ്റെ ഒരു പൊട്ട് കിടക്കണുണ്ടെങ്കിൽ ഇത് പണിക്കെടുക്കാൻ പറ്റൂല. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നു നടക്കുക, എന്നിട്ട് ജനങ്ങളെ ദീനെന്ന് തെറ്റിച്ചിട്ട് ദീനല്ലാത്തത് അവരുണ്ടാക്കുന്ന ദീന് പഠിപ്പിച്ചു കൊടുക്കുക. സ്വഹാബത്തിന് അറിയില്ല, താബിഈങ്ങൾക്കറിയില്ല, പ്രവാചകന്മാർക്ക് മാതൃകയില്ല. അവനവനുണ്ടാക്കുന്ന 20, 30, 100 കൊല്ലം പഴക്കമുള്ള മതം കൊണ്ട് അവരുടേതായ ആചാരങ്ങൾ കൊണ്ടു നടക്കുക. ഇത് സൂക്ഷിക്കണേ എന്ന് ഖുർആൻ. നാളെ പരലോകത്ത് ഇത്തരം ആളുകൾ അണികളതാ ഇവരുടെ നേതാക്കന്മാർക്കെതിരായി ശാപ പ്രാർത്ഥന നടത്തും. ഇപ്പൊ ബഹുമാനിച്ച് ആദരിച്ച് എവിടെ ഇരുത്തണ്ടെന്ന് അറിയാതെ കാത്തിരിക്കല്ലേ. പരലോകത്ത് ഇവരെല്ലാം കൊണ്ടുവരപ്പെടും. ആ സമയത്ത് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്. യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅനർ റസൂലാ, അല്ലാഹനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ എത്ര നന്നായിരുന്നേനെ. മര്യാദക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. അള്ളാഹു റസൂലും പറഞ്ഞത് ചെയ്താൽ മതിയായിരുന്നു വിലപിക്കും. വഖാലു, എന്നിട്ട് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ തഅനാ സാദതനാ വകുബറാഅനാ, ഞങ്ങൾ സയ്യിദന്മാരാന്ന് വിചാരിച്ച്, മുതിർന്നവരാണ്, ബഹുമാനിക്കപ്പെട്ടവരാണ്, സാദാതീങ്ങളാണ്, കുബറാക്കന്മാരാന്നൊക്കെ വിചാരിച്ച് ഇവരാണ് ദീനെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച് അവർ പറഞ്ഞതെല്ലാം അനുസരിച്ച് ജീവിച്ചവരാണ്. ഫാദല്ലൂന സബീലാ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു റബ്ബേ. അപ്പോഴാ ബോധ്യപ്പെടുക. ഈ വാഴും ഈ ആദർശ സമ്മേളനമൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇവരെ മനസ്സിലെന്താണുള്ളത്? ഞങ്ങൾ നല്ലവരും ഈ പറയണോലൊക്കെ പഴച്ചവരാണെന്നുള്ള വാദയ്ക്കുണ്ടാവുക. ഇവിടെ പരലോകത്തെത്തുമ്പോൾ ഇവർ പറയാണ് ഫാദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലാക്കി റബ്ബേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു വഴിയില്ല. അതുകൊണ്ട് റബ്ബേ, ശിക്ഷയുടെ ഈ ലോകത്ത് റബ്ബനാ ആതിഹിം ദുഅഫൈനി മിനൽ അദാബ്, ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപത്തിന് അവരെ ഇരയാക്കണം. സൂറത്തു അഹ്സാബിന്റെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളിൽ ശത്രുക്കളല്ല പ്രിയപ്പെട്ടവരെ, അവരുടെ സ്വന്തം മണികൾ അവർക്ക് വേണ്ടി എതിരായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. ഓരോ മാലമൗലിദ് കിതാബുകൾ വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരിക്കലും യോജിക്കാത്ത, ദീനിനോട് യോജിക്കാത്തവ എഴുതി കെട്ടിച്ചമച്ചുണ്ടാക്കി കുടുംബങ്ങളിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നതിൻ്റെ മുമ്പ് 3 പ്രധാനപ്പെട്ട കിതാബ് എഴുതിയ ഫത്ഹുർ റബ്ബാനി, ഫുതൂഹുൽ ഗൈബ്, അൽ ഗുനിയ. നാട്ടിലൊരു മനുഷ്യന് കിതാബ് വായിച്ചിട്ടുണ്ടാവില്ല. എന്തേ? അത് മുഹയ്യിദ്ദീൻ ഷേഖ് ആദർശം എഴുതിയ പുസ്തകമാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് ജീവൻ കൊടുത്ത്, ദീനിനെ ജീവൻ കൊടുത്ത പണ്ഡിതനാണ്. ആയിരക്കണക്കിന് മനുഷ്യർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ദീനിനെ ഹയാത്താക്കിയ മനുഷ്യനാണ്. നല്ല പണ്ഡിതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ വേറെ ചില ആളുകൾ എഴുതിയുണ്ടാക്കി കണ്ടുപരിചയം പോലുമില്ല. കുറേ വർഷങ്ങൾക്ക്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചില ആൾക്കാർ എഴുതിയുണ്ടാക്കുകയാണ് കിതാബ്. ഖാദി മുഹമ്മദ് എഴുതിയുണ്ടാക്കി, സദഖത്തുല്ലാഹിൽ കാഹിരി വേറെ ഒന്ന് കുത്തുബിയത്ത് എഴുതിയുണ്ടാക്കി. എന്നാൽ മുഹയ്യിദ്ദീൻ ഷേഖ് കിതാബിൽ ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ കൽബിൽ ഒരുപാട് ആരാധ്യന്മാരെ വെച്ചിട്ട് എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ഇന്നാൾ രോഗം മാറ്റും, ഇന്നാൾ കുട്ടിനെ തരും, ഇന്നാൾ പ്രയാസം മാറ്റിത്തരും എന്നൊക്കെ വിശ്വാസമുണ്ട്. ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. എന്തിനാണത്? വലൈസ ശിർഖൻ തഅബുദൽ അസ്നാം, അൽ ഫുതൂഹുൽ ഗൈബിൽ പറയാണ്, ഷെയ്ഖ് എഴുതി വെക്കുകയാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കൽ മാത്രമല്ല ശിർക്ക്. വഅൻ തഖ്താറ മഅ റബ്ബിക ശൈഇൻ സിവാഹു ഫീ ഹാലത്തിൽ ബലിയ, നിന്റെ വിഷമഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു കേന്ദ്രത്തെ, വ്യക്തിയെ നീ ആശ്രയം കൊള്ളുന്നുവെങ്കിൽ അതിലും ശിർക്ക് വരുന്നതാണെന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കലണ്ടറിലല്ല. ഇത് എഴുതി വന്നിരിക്കുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എഴുതിയ കിതാബിലാണ്. ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ കൽബിനെ നീ പള്ളിയാക്കി മാറ്റിക്കോ, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൽബാക്കി മാറ്റിക്കോ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ലല്ലോ, ആ ഷെയ്ഖിനെ കുറിച്ചാണ് പിന്നീട് ഖാദിരിയ ത്വരീഖത്തുകാരൻ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യിദ്ദീൻ മാല എഴുതിണ്ടാക്കി. ഇത് നബിക്ക് പരിചയമല്ല. 400 കൊല്ലത്തിന് പഴക്കമുള്ളൂ.
ഇത് എന്നിട്ട് ജീലാനി ഉറൂസുകളുടെ പേരിൽ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഇത് പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അത് തെറ്റേ കൂടാതെ ചൊല്ലിയാൽ സ്വർഗത്തിൽ മാളിക കിട്ടുമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളോട് പോരിശയോടെ ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തുബിയത്തുകാരൻ സ്വദഖത്തുല്ലാഹിൽ കാഹിരി, കായൽ പട്ടണത്തുകാരൻ, അദ്ദേഹം കുത്തുബിയത്ത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുത്തുബിയത്ത് പാരായണം ചെയ്യുന്നതിൻ്റെ മുമ്പ്, പലരും പല വീട് താമസത്തിന് മുമ്പ്, നാട്ടിൽ വീട് താമസത്തിന് മുമ്പ് തലേ ദിവസത്തെ പരിപാടി, മക്കൾ ഗൾഫ് പോകുന്ന സമയത്ത് എന്തെല്ലാം വിശ്വാസത്തിലാണ് കുത്തുബിയ്യത്ത് ചൊല്ലുന്ന വ്യക്തി. ആ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് wudu ഉണ്ടാക്കി 12 റക്അത്ത് നമസ്കരിച്ച് ഫാത്തിഹയും ഇഖ്ലാസും ഓതിയതിനു ശേഷം ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാ പഠിപ്പിക്കുന്നത്. 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം കുത്തുബിയ്യത്ത് തുടങ്ങാൻ. എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി, എൻ്റെ സഹായമേ, എൻ്റെ അവലംബമേ, എൻ്റെ ആശ്രയമേ, ഖുദ് ബിയദി മദാ മദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യദ്ദീനി, മുഹയ്യദ്ദീനെ ഞങ്ങളെ സഹായിക്ക്, വേറെ ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല. ലൈറ്റ് ഓഫ് ആക്കിയതുകൊണ്ട് പറയുന്ന കാര്യം തെറ്റാവില്ലല്ലോ, ശരിയായി വിശ്വസിക്കുകയാണ്. ആരെങ്കിലും 1000 തവണ ഷെയ്ഖിന്റെ പേര് വിളിച്ച് ആത്മാർത്ഥമായി ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിച്ചാൽ ഫല്യദഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യദ്ദീനി, ഇത് ഷെയ്ഖല്ല, സ്വദഖത്തുല്ലാഹിൽ കാരി എഴുതിണ്ടാക്കിയപ്പോൾ പറഞ്ഞാണ് 1000 തവണ വിളിച്ചോളി, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ശരിക്ക് അള്ളാഹുവിനോട് പറയേണ്ട സങ്കടങ്ങളെ ഒരു മനുഷ്യനിലേക്ക് നീട്ടാൻ പറയുകയാണ്. ഇനി മാത്രമല്ല, മലയാളത്തിലും ഇത് കൊടുത്തു. കാലൻ അസ്റായീൽ, മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹയ്യുദ്ദീൻ കാവേലിയിലേക്കല്ലാ, മരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയുദ്ദീൻ കാവേലിയിലേക്കല്ലാ. സൂറ് വിളി കേട്ടിട്ട് പരലോകത്തേക്ക് ഓടിക്കതച്ച് പോകുമ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കാവലി ഞങ്ങൾക്ക് തരണം. ഇത് പറയുകയാണ് കുത്തുബിയത്തുകാരൻ. കുത്തറാത്തീബുകാരൻ റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ശരീരത്തിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കുടുംബങ്ങൾ പണം കൊടുക്കുകയും വിശ്വാസം അർപ്പിക്കുകയും തവക്കുലാക്കുകയും ചെയ്യുന്നത് ഒരു ഷെയ്ഖിലാണ്, റിഫായി ഷെയ്ഖിലാണ്. കുത്തറാത്തീബ് എന്ന് പറയുന്ന സാധനം കൊണ്ട് നടക്കുന്നവരും അതിൻ്റെ അപകടം ശരിക്ക് തിരിച്ചറിഞ്ഞോളുക. അങ്ങനെ മരണപ്പെട്ടു പോയ നല്ലവരായവരോ അല്ലെങ്കിൽ അറിയപ്പെടുന്നവരെ പേര് ചേർത്തുകൊണ്ട് അവരൊക്കെ മഹാന്മാരാണ്, അവരോടൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. നമ്മളൊക്കെ പാപികളാണ്, സാധുക്കളാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊന്നും ഡയറക്റ്റായി അള്ളാഹിനോട് പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ നടന്ന പ്രസംഗങ്ങൾ അടിച്ചു. ഒരു മനുഷ്യൻ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, അതൊക്കെ പിഴച്ച വാദമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. പകരം ആരോടാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മരിച്ചവരോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവർ മരിച്ചില്ലേ, അവരുടെ എല്ലാ കഴിവും കഴിഞ്ഞില്ലേ, അങ്ങനെ വിശ്വസിക്കണ്ട എന്നാണ് സമസ്തയുടെ നേതാവ് എൻ അലി മുസ്ലിയാർ എഴുതുകയാണ്. മരണാനന്തരം മനുഷ്യൻ്റെ സർവ്വ കഴിവുകളും നശിക്കുന്നു എന്നത് മുശ്രിക്കുകളുടെ വാദമാണ്. മരിച്ചാൽ എല്ലാ കഴിവും, ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, നടക്കുക, ഉറങ്ങുക, ഇതൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് വിശ്വസിച്ചാൽ മുശ്രിക്കുകളുടെ വാദമാണ്. അതുതന്നെയാണ് മുജാഹിദുകളുടെയും വാദം. എന്നാൽ മരണാനന്തരം മനുഷ്യൻ്റെ കഴിവ് നശിക്കുകയല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഈ പണിക്ക് വെറുതെ കുളിപ്പിച്ച് കൊണ്ടുപോയി കിടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇത്ര കഴിവ് കൂടുന്ന പരിപാടിയാണെങ്കിൽ അതിന് മരണം എന്ന് പറയാൻ പാടില്ലല്ലോ. എല്ലാ കഴിവും കൂടാൻ പോവുകയാണ് എന്നാണ് മരിച്ചാൽ. എന്തുകൊണ്ടാണ് ഇത്ര പിഴച്ച വാദങ്ങൾ ദീനിലില്ലാത്തത് പറയേണ്ടി വന്നിരിക്കുന്നത്? ഒരു സഖാഫി തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കാൻ ഹെഡിങ് മാത്രം ഒന്ന് വായിച്ചു നോക്ക്. കഴിവുകൾ മരണശേഷം. മരിച്ചവർ കാണുന്നു. അടുത്ത ഹെഡിങ് നോക്ക്. മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സഹായിക്കുന്നു, മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ നിസ്കരിക്കുന്നു, മരിച്ചവർ സഞ്ചരിക്കുന്നു, മരിച്ചവർ ഭക്ഷിക്കുന്നു, മരിച്ചവർ സംവദിക്കുന്നു. എല്ലാ പണിയുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഖബറടക്കം എന്ന പരിപാടി? എന്തിനാണ്? ഇസ്ലാമിക ആദർശ ഡയറി എന്ന പുസ്തകത്തിൽ ഇസ്സുദ്ദീൻ കാമിൽ സഖാഫിയാണ് ഈ നാട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടി പേരും കൂടി പറയാണ്. ആ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങാണിത്. സമസ്തയുടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതി വെക്കുകയാണ്, ഒരു മനുഷ്യൻ മരണത്തോടെ എല്ലാ കഴിവുകളും മുറിഞ്ഞു പോകുമെന്ന വിശ്വാസം ഭീകരമായ അപകടമാണ്. ഈ പറച്ചിൽ തന്നെ വലിയ അപകടം, ഭീകരമായ അപകടമാണ്. മരിച്ചുപോയാൽ ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ തത്വം എന്ത്? മരിച്ചുപോയവർക്ക് ഇരിക്കാനും നിൽക്കാനും പിടിക്കാനും നോക്കാനും കഴിയും, പരസ്പരം ബന്ധപ്പെടാനും സാധിക്കും. ഫോൺ വിളിക്കും, കല്യാണക്കാര്യങ്ങൾ അന്വേഷിക്കും, കുട്ടികൾ വിരുന്ന് പോകുമ്പോൾ ചോദിക്കും, എല്ലാം നടക്കും. എന്നാലോ ഒരു മരിച്ചു എന്ന് പറയാനോ, മരിച്ചു എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഈ വിശ്വാസം കൊണ്ടാണ് മനുഷ്യരെ ഖബറിങ്കലേക്ക്. നിങ്ങളുടെ പ്രയാസം, കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, മോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ, ദാമ്പത്യത്തിൽ വിഷമങ്ങളുണ്ടോ, വീട്ടിലെന്താ ഒരു സുഖമില്ലായ്മ ഉണ്ടോ,
നിങ്ങൾ ഇന്ന ഇന്ന ഖബറിങ്ങലേക്ക് പോയിക്കോളൂ. നേരെ അവിടേക്ക് വിടുക. നമ്മൾ എന്തിനാ ഈ ഖബർ സന്ദർശിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? എന്തിനാ? ആഗ്രഹം നടക്കാനാണോ? കടം വീടാനാണോ? പ്രയാസം മാറാനാണോ? സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകം ഓർക്കാനാണ്, മരണം ചിന്തിക്കാനാണ്. ആ ഖബറിങ്കലേക്ക് പോകുന്നത് ഖബർ സിയാറത്ത് ചെയ്യാനും സ്വന്തം പരലോകം ഓർക്കാനും മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ ആ ഖബറുകളെ കൃത്യമായി കൊണ്ട് സന്ദർശിക്കുന്നതിൻ്റെ നേട്ടം അതായിരിക്കും. മാത്രമല്ല നബിതങ്ങൾ പോലും മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനാ, എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ലേ. ഖബർ ആരാധിക്കുക, അതിലുള്ള വ്യക്തിനെ ആരാധിക്കുക, അതിലുള്ള ആളുകളെ പൂജിക്കുക, അതൊരിക്കലും ചെയ്യല്ലേ. മരിക്കുന്നതിൻ്റെ 3-5 ദിവസങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. ഒരു നേതാവിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആ നേതാവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞെങ്കിലും നമ്മൾ കേൾക്കൂലേ? 5 ദിവസം മുമ്പ് പറയാണ്, യഹൂദി നസ്രാനികളെ ശപിച്ചിരിക്കുന്നു, അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഭീമാപ്പള്ളി മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് ഉള്ളാൾ വരെയുള്ള ദർഗകളുടെ ചരിത്രം വായിച്ചു നോക്കിയും. അമ്പിയാക്കന്മാരെ ഖബർക്കാ പോണത്. അതുപോലും എത്ര അപകടം. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി അവർക്ക് ശാപെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആണും പെണ്ണും സിയാറത്ത് ചെയ്യാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വഴിക്ക് മാട്ടായിൽ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട ക്യൂ ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആണും പെണ്ണൊക്കെ ഉണ്ട്. എന്തിനാണ് അവിടെ പോണത്? പരലോകം ഓർമ്മിക്കാനാണോ? പരലോകം ചിന്തിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടെ ഹൽവ കച്ചവടം? അവിടെ എന്തിനാ ബലൂൺ കച്ചവടം? അവിടെ എന്തിനാ തൈലക്കുപ്പി കച്ചവടം? അവിടെ എന്തിനാ ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത്? ഭയങ്കര കല്യാണ വീട് പോലെ ആഘോഷാക്കിയിട്ടുണ്ടല്ലോ. അവിടുന്ന് നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റല്ലേ. ഈ മാട്ടായിലും ഈ പട്ടാമ്പിയിലും കൊണ്ടോട്ടിയിലും ഒക്കെ നടക്കുന്ന ഖബറുത്സവങ്ങളിൽ ആഘോഷമല്ലേ നടക്കുന്ന. ആനയും അമ്പാരിയും ഗാനമേളയും ഡാൻസും അത് കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളും ഈ ഉത്സവ പറമ്പാക്കി മാറ്റുന്നത് ഏതാ? ഖബറിനെ. ഈ ഖബർ ഉത്സവങ്ങളുടെ അവസ്ഥ എന്താണ്? ആലോചിച്ചോക്കി. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ്? ഇന്ന മിൻ ശിറാരിന്നാസി മൻ തുദ്രികുഹു സ്സാഅതു വഹും മഹ്യാ വമൻ യത്തഖിദിൽ ഖുബൂറ മസാജിദാ. ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നവരാണ് ദുനിയാവിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ശർറായ മനുഷ്യന്മാര്. അങ്ങനെ എന്തും ഏലസ്, അതുപോലെ തന്നെ ഐക്കല് കെട്ടി നടക്കുന്നവർ, ആരെങ്കിലുമൊക്കെ തുപ്പിയ വെള്ളം കുടിച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ തൻ്റെ പ്രതിസന്ധികൾ വിഷമം മാറാൻ ജ്യോത്സ്യന്മാരിലും തങ്ങന്മാരിലും സിദ്ധന്മാരിലും എന്തിന് ദിവ്യഗർഭമുണ്ടാക്കാൻ വരെ പോയി ചെന്നുകൊടുത്ത് അതിൻ്റെ പീഡന കഥകൾ വായിച്ചിട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം. ഇതൊക്കെ വലിയ മാരകമായ ശിർക്കിൻ്റെ വിവിധങ്ങളായ വേർഷനുകളായി നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതെ ഒരു സമ്മേളനം പൂർത്തിയല്ല എന്നതുകൊണ്ട് പറയാ, അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. ശിർക്ക്. അള്ളാഹു തരുന്ന നേട്ടങ്ങൾ വേറൊരാൾ തരും. അള്ളാഹ് രോഗം മാറ്റുന്നത് പോലെ ഇന്നയാൾ രോഗം മാറ്റും. അള്ളാഹു തആല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്ന പോലെ ഇന്നോടത്ത് ചെന്നാൽ നമ്മളെ പ്രയാസം മാറ്റിത്തരും എന്ന് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെയേറെ ഒരുപാട് പണ്ഡിതന്മാരുടെ സംസാരം കേൾക്കാനും നിരവധി ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായി മുൻപും വീടുകളിൽ കയറി ദഅ്വാ സന്ദേശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രചോദനമായതാണ്. ഒരു ചെറിയ ബോക്സ് നമ്മുടെ അരികിലൂടെ വരും. സ്വതക്കയായിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് അകമഴിഞ്ഞുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം ഈ ഒരു സംരംഭത്തിന് ഹൈർ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല പ്രാർത്ഥനയോടുകൂടെ നൽകണമെന്ന് കൂടെ ഓർപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിത മേഖലകളിൽ ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സാധാരണ ഒരു വാക്ക് പോലെ നിങ്ങൾ ശിർക്കിനെ കാണരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ അപരാധമാണ് ശിർക്ക് എന്ന് പറയുന്നത്. കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ വലുതാണ് ശിർക്ക്. ഇവിടെ 100 മനുഷ്യനെ കൊന്ന ഒരാളെ നമ്മൾ സമ്മതിക്കോ? അയാൾ നല്ലവനെന്ന് പറയോ? ഇല്ല. അതിനേക്കാൾ ഗൗരവമാണ് ശിർക്ക് ചെയ്യുന്നത്. 7 മഹാപാപങ്ങളിൽ ഒന്നാമത് എണ്ണി പറഞ്ഞു അശ്ശിർക്കു ബില്ലാഹ്. പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ, എന്ത് ഇങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ ചോദിക്കും. ഇത് പറയാതെ പോകല്ലേ. ഇത് ശിർക്ക് ഏറ്റവും വലിയ അപകടകാരിയായ വസ്തുവാണ്.
ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മ രാത്രി നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട് 8 ലക്ഷം മുടക്കിയിട്ട്, ഇടക്കിടക്ക് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് ഉംറക്ക് പോയിട്ടുണ്ട്, കുടുംബസമേതം എഴുത്തിക്കാഫിരിക്കാൻ ഹറമിൽ പോയിട്ടുണ്ട്. പക്ഷേ ശിർക്ക് ചെയ്തവനാണെങ്കിൽ നിന്റെ അമല് പൊളിഞ്ഞു പോകും, പോയി. സ്വർഗം കിട്ടണം വിചാരിക്കുന്നുണ്ടോ? ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമായി, സ്വർഗം പോയി. അള്ളാഹ് പൊറുക്കാത്ത പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഇനങ്ങളായി വരുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, ബലികർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, സത്യം ചെയ്യുന്നത് പോലും അള്ളാഹു അല്ലാത്തവരുടെ പേരിലാവുക. അതിൻ്റെ എന്തൊക്കെ ഇനങ്ങൾ വരുന്നുണ്ടോ, ജ്യോത്സ്യന്മാർ, ശകുനം നോക്കൽ, ദിവസം നോക്കൽ, പരിപാടിയൊക്കെ, അങ്ങനെ ഓരോന്ന് എണ്ണിക്കോ. നമ്മളാരും സ്വന്തം ഉണ്ടാക്കിയതല്ല. 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതൊക്കെ ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ പാപം ഏതാണെന്നറിയോ? അൽ ബിദ്അ. ദീനിലില്ലാത്തത് ഉണ്ടാക്കി കൊണ്ട് നടക്കുക. ദീനിലില്ലാത്ത സ്വലാത്ത്, ദീനിലില്ലാത്ത ദിക്റുകൾ, ഇസ്ലാമിൽ ഉള്ളത് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമോ? എന്നാൽ 100, 200, 300 കൊല്ലം പഴക്കമുള്ള ഓരോരുത്തരും ഓരോ ദിക്റുണ്ടാക്കുക, ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഓരോരുത്തർ വെള്ളം കൊണ്ടുപോയി വെക്കുക, ചിലയിടത്ത് ചന്ദനത്തിരി കത്തിച്ചേക്കുക, ചിലയിടത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുക, എന്തൊക്കെയോ ഉണ്ടാക്കി ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ദീനിൽ പുതുതായി അവനവന്റെ വകയായി ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചോളൂ. ദീനിൽ ഉണ്ടാക്കുന്ന ബിദ്അത്തുകളായ പുതിയതായി ഉണ്ടാക്കുന്നതൊക്കെ പുത്തനാശയങ്ങളാണ്. എല്ലാ ബിദ്അത്തുകളും ളലാലത്തായിരിക്കും. നിസ്കാരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നത്തെ സുബഹി 3 റക്അത്ത് നിസ്കരിക്കാൻ ധൈര്യമുണ്ടോ? നിസ്കാരല്ലേ, ഒരു സുജൂദ് അധികം കിട്ടല്ലേ? അത് പറ്റൂല. എന്താ പറ്റാത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പഠിപ്പിച്ചു. പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയുന്നതിന് പകരം ഒരാൾ ബിസ്മില്ലാഹി റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് പറയാൻ പറ്റുമോ? അല്ല, നബി പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതികാണ്. ഓരോന്നിനും ഒരു സമ്പ്രദായം പഠിപ്പിച്ചിട്ടുണ്ട്. ഹൗദുൽ കൗസറിന്റെ പാനീയം കുടിക്കാൻ കൊടുക്കാത്തവരാരാന്നറിയോ? ദീനിലില്ലാത്തത് ദീനിന്റെ പേര് പറഞ്ഞ് നബി തങ്ങളുടെ കാലശേഷം ഇതിൽ കെട്ടി ഉണ്ടാക്കിയവർക്കാണ്. നിസ്കരിക്കാത്തവർക്കല്ല, ദീനിലില്ലാത്തത് ചെയ്തവർക്ക്. റജബ് മാസം വരുമ്പോൾ എന്തൊക്കെ മാമൂലുകൾ. റജബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നരകത്തിൽ നിന്ന് മോചനാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ മെസ്സേജ് കണ്ട് സ്റ്റാറ്റസ് ആക്കി ഷെയർ ചെയ്ത് നമുക്ക് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് ഓടുക. റജബിന്റെ 1-ൽ ഇന്നത്, 2-ൽ ഇന്നത്, 3-ൽ ഇന്നത്, എന്തൊക്കെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ പറയുന്നത്, റജബിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ദിക്റോ, ഒരു പ്രത്യേകമായ സ്വലാത്തോ, ഒരു പ്രത്യേകമായ നോമ്പോ പഠിപ്പിക്കപ്പെട്ടതായി ഹദീസുകളിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അയാൾ നാശത്തിലാന്ന് പറഞ്ഞത്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ആമിലത്തുൻ നാസിബ, അധ്വാനിച്ചിട്ട് ക്ഷീണിച്ചവരായി വന്നവർ. തസ്ലാ നാറൻ ഹമിയ, വെന്തെരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. സ്വീകരിക്കാൻ പറ്റാത്ത കർമ്മങ്ങളുമായിട്ട് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തെക്കുറിച്ച് നല്ലവണ്ണം ഇരുന്നൊന്ന് ആലോചിക്കണം. ഇന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് ബാധ്യതകളില്ലാതെ ജീവിക്കുക. കുടുംബമാണ് എന്താ കല്യാണം കഴിക്കാത്തത്? അതൊക്കെ ഒരു ബാധ്യതയല്ലേ? പിന്നെ കുട്ടികൾ, കുടുംബം, അതൊക്കെ വലിയ ബാധ്യതകൾ വേണ്ട. കല്യാണം വേണോ? കല്യാണം വേണമെന്നില്ല. ലിവിങ് ടുഗദർ, ആയി നല്ല പേര്. അപ്പോൾ ഇങ്ങനെ കൊണ്ടു നടക്കുക, ഒരാളെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. കല്യാണമൊന്നുമില്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ. ആനന്ദിക്കുക. കുടുംബത്തിനെ പ്രയാസപ്പെടുത്തുന്ന എന്താ? എല്ലാം ആസ്വദിക്കുക. ഇന്നതേ പറ്റൂ, ഇന്നത് പാടില്ല എന്ന് പറയാൻ പാടില്ല. ഒറ്റ ജീവിതമുള്ളൂ മോനെ, അത് ആസ്വദിക്കുക എന്ന് പഠിപ്പിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുക. സന്തോഷിക്കുക എന്ന പേരിൽ മറ്റുള്ളവരൊക്കെ വിഷമിച്ചാലും ശരി, എനിക്ക് സന്തോഷിക്കണം. നമ്മുടെ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആധുനിക ജീവിതത്തിൻ്റെ മുഖമുദ്രക്ക് നമ്മളൊരു മാറ്റം കൊടുക്കണമെങ്കിൽ പരലോകബോധം അവരിൽ വരണം. മനുഷ്യൻ മരണാനന്തര ജീവിതം മരണത്തെക്കാൾ അപ്പുറത്തൊരു സത്യമാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങൾ, കർമ്മങ്ങൾ, ചിന്തകൾ, വ്യവഹാരങ്ങളെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തും. എല്ലാം അല്ലാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടും. ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന മനുഷ്യ, ജീവിതം ഒന്നാമത്തേത് അവസാനിക്കും.
ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്. എവിടെയാണെങ്കിലും നിന്നെ മരണം പിടികൂടും. എത്ര ഓടി ഒളിക്കാൻ നോക്കിയാലും, എത്ര നടന്നാലും, എത്ര എക്സസൈസ് ചെയ്താലും, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. മരണം പിടികൂടും. കുടുംബത്തിൽ എത്ര മരണങ്ങൾ കഴിഞ്ഞുപോയി, എത്ര പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ നമ്മൾ ഞെട്ടലോടെ വായിച്ചു. അല്ലാഹു എല്ലാവിധ അപകട മരണങ്ങളും ദുരന്തങ്ങളും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ മരിക്കുമെന്ന തിരിച്ചറിവുണ്ടാവും. മരണത്തിന് വേദനയുണ്ടെന്ന് പഠിപ്പിച്ചു തന്നു. വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കണങ്കാലും കൂട്ടിപ്പിഴഞ്ഞ് നമ്മൾ ഈ ലോകത്തോട് വിട പറയും. 3 കഫൻ പുടവയിൽ ചുറ്റിപ്പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കൂടെ ഉണ്ടായിരുന്ന മക്കള്, ശിഷ്യന്മാര്, പ്രാസ്ഥാനികര്, നേതാക്കന്മാര്, ബന്ധുക്കൾ, പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ്, ഇല്ല, എല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ മണ്ണിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് കബറിലേക്ക് നമ്മളെ യാത്രയാക്കി എല്ലാവരും തിരിച്ചു പോരും. ഫയർജി അമലുഹു, അമല് മാത്രം അവൻ്റെ കൂടെ ബാക്കിയാകും. ഈ ബോധം നിന്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ ആയത്തിൽ വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണേ. ഭാര്യ മാത്രം കേട്ടിട്ട് കാര്യമുണ്ടോ? ഭർത്താവ് മാത്രം കേട്ടിട്ട് ഇതൊരു തോണിയാ. ഈ തോണി ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് തുഴഞ്ഞെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. ഒരാൾ വിചാരിച്ചാൽ ഈ കുടുംബത്തിൻ്റെ ഈ തോണിയെ തകിടം മറിക്കാൻ പറ്റും. ഒരു മകൾ, ഒരു മകൻ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു അമ്മോഷൻ, ഒരമ്മായും, ഒരു നാത്തൂൻ, ഒരാൾ വിചാരിച്ചാൽ മതി. ഈ സാന്ത്വന തീരമണേ, ശാന്തി തേടുന്ന ഈ തോണി തകിടം മറിക്കാൻ ഒരാൾ മതി. എല്ലാ കുടുംബക്കാർക്കും താക്കീത് കൊടുക്കണം നബിയെ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. ഇമാം ഖതാദ റഹിമഹുള്ള പറയാണ്, എങ്ങനെയാണ് ആ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത്? തഅ്മുറുഹും ബിത്വാഅത്തില്ലാ, കുടുംബക്കാരോട് അല്ലാഹനെ അനുസരിക്കാൻ പറയണം, നിസ്കരിക്കാൻ പറയണം, മാന്യമായ വേഷം പറയണം, മേക്കപ്പ് പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. മരിച്ചോടത്തേക്ക് വരെ മേക്കപ്പ് ഇട്ടാണ് പോണത്. വെല്ലിമാക്ക് വരെ കല്യാണത്തിന് മേക്കപ്പ് ഇടാൻ ആൾ വന്നിക്കാണ്. പാടില്ലാത്ത കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. വനഹാഹുമൻ മഅസിയത്തില്ല, അല്ലാഹനെ ധിക്കരിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അരുതേന്ന് തടുക്കണം. പാടില്ലാത്ത സാധനങ്ങൾ പാടില്ല എന്ന് പറയണം. അല്ലാമ നാസിർ സഅദി റഹിമഹുല്ല പറഞ്ഞത്, അമാ ഇഹ്മാലുൽ ഔലാദി ഫളററുൻ കസീർ, കുടുംബത്തിലെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവഗണിച്ച് തള്ളരുത്. കുട്ടികളല്ലേ, നമ്മൾ ചെറിയ കുട്ടികളല്ലേ, മക്കളല്ലേ, 10ാം ക്ലാസ് അല്ലേ, +2 അല്ലേ, ഡിഗ്രി അല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് അവർ ചെയ്യുന്നതിനെ നിസ്സാരമായി അവഗണിക്കല്ലേ. അത് വലിയ അപകടമാണ്. വഖതറുൻ ഖതീർ, മാരകമായ അപകടങ്ങൾ ഉണ്ടാക്കും. ഓള് നല്ല ടോപ്പും ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പം എന്താണ്, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ കുട്ടിയല്ലേ. ശരിയായ വണ്ണം ഒരു മഫ്ത ധരിക്കുന്നത് പോലുമില്ല. ഉമ്മമാരും ഇത് പറഞ്ഞു കൊടുക്കേണ്ടവർ പോലും ഇതാണ് അവസ്ഥ. പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടിനെ പറ്റി എന്തെങ്കിലും പരാതി പറയണമെങ്കിൽ പോണത് ആരെടുക്കുക? ഇതൊരിക്കലും പാലിക്കാത്തവരടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരോട് നന്മ കൽപ്പിച്ചു കൊടുക്കുക. അവർ തിന്മ കാണുമ്പോൾ അതിനെ തടുക്കാൻ നോക്ക്. ആളിക്കത്തുന്ന നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയെങ്കിലാണ് അവർ വിജയിച്ചവരായി മാറുക. സ്വർഗത്തിലെത്തി വിജയിക്കണമെങ്കിൽ, വിജയിക്കുന്നവരായി നമ്മൾ നമ്മുടെ കുടുംബം മാറണമെങ്കിൽ ഒരു പെണ്ണ് ഭാര്യ എന്ന നിലക്ക് അവളുടെ ഭർത്താവിനോട് ഒരുപാട് ബാധ്യതകൾ അയാൾ നിർവഹിക്കണം. തൻ്റെ ജീവിതത്തിലേക്ക് മഹർ തന്ന് തന്നെ സ്വീകരിച്ച് അള്ളാഹ് ഹലാലാക്കി തന്ന ലോകത്തിലെ ഏകനായ ഒരു വ്യക്തിയാണ് നിന്റെ ഭർത്താവ്. ആ മനുഷ്യനെ അനുസരിക്കുക എന്നത് ബാധ്യതയാണ്. സ്നേഹിക്കുക എന്നത് ഉത്തരവാദിത്വമാണ്. പരസ്പരം സഹകരിച്ചും വലിയ ബഹുമാന ആദരവുകളോടെ സുഖവും ദുഃഖവും പങ്കുവെച്ചും ജീവിക്കേണ്ടതാണ് ദാമ്പത്യം. ഭാര്യമാരോട് പ്രത്യേകമായി പറഞ്ഞല്ലോ, പെണ്ണെ 5 നേരം നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ സ്വർഗമാണ് പെണ്ണേ. ഇത് പാലിക്കാൻ നമ്മുടെ കുടുംബക്കാർ തയ്യാറാവുണ്ടോ? നമ്മുടെ ഭാര്യമാരോട് ഈ കാര്യം പറയുമ്പോൾ പറയും, നിങ്ങളെന്താ ഓലെപ്പറ്റി പറയാത്തത്? അവർക്കുള്ളതുണ്ട്. സഹോദരിമാരെ, ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ അവരാരാ? നബി തങ്ങൾ പറയാണ്, നിന്റെ ഭർത്താവിനോടുള്ള കടമയിൽ ഹുവ ജന്നതുകി വനാറുകി, ആ മനുഷ്യൻ നിന്റെ സ്വർഗമാണ്, ആ മനുഷ്യൻ നിന്റെ നരകമാണ്. ആട്ടർക്കൊക്കെ ഇഷ്ടമായി,
അമ്മായിമാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അയൽവാസികൾക്കൊക്കെ ഓള് വന്നതിന് ശേഷം ഭയങ്കര സന്തോഷമായി. മൂപ്പര് മാത്രം ഹാപ്പി ആകണില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാണ്. അതത്ര നല്ല സൂചനയല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ശരീരവും മനസ്സും പങ്കുവെച്ച് സുഖദുഃഖങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പരസ്പരം വലിയ മനോഹരമായ ദാമ്പത്യത്തിന് തയ്യാറായാൽ നമ്മുടെ ഏതേത് കാര്യത്തിലും നമുക്ക് വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഭർത്താവിനെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഒരു ഭാര്യ ശ്രദ്ധിക്കണം, ഭർത്താവിൻ്റെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം, ഭർത്താവ് ദീനിലായി മാറാൻ ഭാര്യ ശ്രദ്ധിക്കണം. മൂപ്പര് പ്രസ്ഥാനത്തിൻ്റെ കൂടെയും ദഅവത്തിൻ്റെ കൂടെയും ദീനീ രംഗത്തും പള്ളിയിലും ഉണ്ടാകണമെന്ന് ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊന്നും പോകണ്ട. അവിടെ പോയാൽ താടി വളർത്തേണ്ടി വരും, ബിരിയാണിക്ക് മുകളിൽ പെയിൻ്റ് ഇടേണ്ടി വരും, ബർത്ത്ഡേ കഴിക്കാൻ പറ്റൂല, വെഡിങ് ആനിവേഴ്സറി കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് മൂപ്പത്തിയാർ തന്നെ ഒന്നിനും പോകണ്ടെന്ന് സമ്മതിക്കും. ഭർത്താവിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളെപ്പോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട്. നബി തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഭർത്താക്കന്മാരെ ഭാര്യമാരോട് മര്യാദയിൽ പെരുമാറണം. നമ്മൾ ഏറ്റവും നല്ലവനാ വേണ്ടത്, മാന്യനാ വേണ്ടത് വീട്ടിലാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ലല്ലോ, മഹലിൽ കുഴപ്പമില്ലല്ലോ, അങ്ങാടിയിൽ കുഴപ്പമില്ലല്ലോ, രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലല്ലോ, പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ. എവിടെയാണ് നമുക്ക് പ്രശ്നമുള്ളത്? വീട്ടിൽ. നമ്മുടെ ഭാര്യയുടെ അടുത്താണ് നമ്മൾ ഏറ്റവും മാന്യനാവേണ്ടത്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. വീട്ടിൽ ഏറ്റവും നല്ലവനാവുക, ഏറ്റവും നല്ല മാന്യനായി മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ പഠിപ്പിച്ചെന്നല്ലോ എത്രയോ സംഭവങ്ങൾ. അവിടുത്തെ ഭാര്യമാര് സർട്ടിഫിക്കറ്റ് നൽകിയത്, അവിടുത്തെ ഖാദിമായി സേവനം ചെയ്ത അനസ് റളിയല്ലാഹു നൽകിയ സർട്ടിഫിക്കറ്റ്, ശിഷ്യനായ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഭാര്യ ഉമ്മു സലമ ബീവി പറയാണ്, ഇതിനേക്കാൾ മികച്ച ഒരാളെ ഇനി എനിക്ക് കിട്ടുമോ? അതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യം മനോഹരമാകാൻ ആ നിലക്ക് പരസ്പരമുള്ള കടമകൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട് ഇസ്ലാമികമായ അന്തരീക്ഷത്തിലാക്കി മാറ്റുക. അവിടെ സിനിമാ തിയേറ്റർ പോലെയാകരുത്, അവിടെ മ്യൂസിക്കിൻ്റെ അകമ്പടികളായി മാറിക്കളിക്കരുത്, അവിടെ തുള്ളിച്ചാട്ടങ്ങളും പേക്കൂത്തുകളായി മാറരുത്. ദിക്റുള്ളവരാകണം, പ്രാർത്ഥനയുള്ളവരാകണം, ഖുർആനോത്തുണ്ടാവണം, സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലാക്കി മാറ്റണം. സ്ത്രീകളും അവരുടെ വീടുകൾ കൃത്യമായി ശ്രദ്ധിക്കണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീട് നിങ്ങൾ മഖബറകളെ പോലെയാക്കരുത്. ഒന്നുമില്ല, ഉണ്ടാവാതെ ഇരിക്കുക. ദിക്ർ വേണം, പ്രാർത്ഥന വേണം, ഖുർആൻ ഓത്ത് വേണം, അൽ ബഖറ ഓതണം, ആൽ ഇംറാൻ ഓതണം. അതുപോലെ തന്നെ മഹാരഥന്മാരായ ഉലമാക്കന്മാർ പറയാണ്, മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ പുറത്തിറങ്ങി പോകുന്ന മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. പെൺകുട്ടികൾ പല ക്യാമ്പസിൽ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഭർത്താക്കന്മാർ പലതരം ജോലിയിലും പലതരം ഷുഗലിലുമാണ്. എപ്പോഴെങ്കിലും അവർ ചെയ്യുന്ന ജോലിയെപ്പറ്റി നിങ്ങളൊന്ന് പോയി നോക്ക്, കണ്ടു നോക്ക്. എത്ര ആളെ ചീത്തേക്കണം, എന്തെല്ലാം വഴക്ക് കേൾക്കണം. ഈ വെയിലും കൊള്ളണം, മഞ്ഞും കൊള്ളണം, കാറ്റും കൊള്ളണം. ശരി, ഒരു പെണ്ണ് മനസ്സിലാക്കണം, ഒരു കുടുംബം മനസ്സിലാക്കണം, നമ്മുടെ വീട് ഒരു ഭർത്താവിനെ മക്കൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനും സാന്ത്വനമേകാനും ആശ്വാസം കണ്ടെത്താനും പറ്റണം വീട്. അല്ലെങ്കിൽ വെറുതെ ഒരു കെട്ടിടം മാത്രമേ ആവുള്ളൂ. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ വീടിനെ ആശ്വാസത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ആ വീട്ടിലുള്ളവരൊക്കെ ഒരു പരിഗണന വേണം. ഈ സദസ്സിലിരിക്കുന്ന മക്കളുണ്ട്, നിങ്ങളെ കൂടെ കൈകളിൽ മക്കളുണ്ട്, ഇവിടെ വരാത്ത മക്കളുണ്ട്, ഇത്തരം സദസ്സുകളോട് മാറി നിൽക്കുന്ന വിമുഖത കാണിക്കുന്നവരുണ്ട്, ദീന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളുണ്ട്. എന്താണ് നമ്മുടെ മക്കളെ പറ്റി പറയാനുള്ളത്? തിന്മകളെ നിസ്സാരമായി കാണുന്നു. ഒരു സിഗരറ്റ് അല്ലേ, ഒരു ഹാൻഡ്സ് അല്ലേ, നിസ്സാരമാണ്. എന്തു ചെയ്താലും അവർക്ക് പുച്ഛമാണ്. മദ്യവും ലഹരിയും MDMA ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്, തല്ലിൻ്റെ അരങ്ങുകളുണ്ട്, സ്വവർഗരതിയുണ്ട്, ബെസ്റ്റിയും ക്രഷുമായി അവിഹിതങ്ങളുണ്ട്. നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? ബന്ധങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത അവസ്ഥയുണ്ട്. രക്ഷിതാക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും തിരിച്ചറിയാൻ നല്ല ക്ഷമയോടെ അവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. രക്ഷിതാക്കൾ മോഡലായി ജീവിച്ചെങ്കിലേ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി അവർ മാറുകയുള്ളൂ. സ്നേഹത്തോടെ അവരോട് പെരുമാറണം, നല്ല ക്ഷമ വേണം. തൊട്ടും തലോടിയും സ്നേഹിച്ചും കണ്ണിൽ നോക്കിയും അവരോട് സംസാരിക്കാൻ കഴിയണം. ഒരു കാരണവശാലും മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. ശപിക്കാണ് ചില രക്ഷിതാക്കൾ. നന്നാവൂല, നിന്നെ കൊണ്ട് ഉപകാരമില്ല, നിനക്ക് ഏത് കാലത്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ച് ശാപസ്വരം സംസാരിക്കുക. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഉമ്മാൻ്റെ വാപ്പാൻ്റെ പ്രാർത്ഥന തട്ടിപ്പോണ പ്രാർത്ഥനയാണ്.
അങ്ങനത്തെ ഒരു വാക്കുകൾ നമ്മിൽ നിന്ന് വരരുത്. നല്ല സ്നേഹവും സ്വാതന്ത്ര്യവും അംഗീകാരവും പ്രശംസയുമാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതിനേക്കാൾ ഉപരി നമ്മൾ പറയില്ലേ, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം. മതമല്ല, മതം സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്, ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത്, അയൽവാസിക്ക് പുണ്യം ചെയ്യാനാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയാണ്, യാ ബനിയാ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹ് ദീന് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. ദീന് മുറുകെ പിടിച്ച് മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം മക്കളേന്ന് അമ്പിയാക്കന്മാർ പഠിപ്പിക്കുക. അതിന് പകരമായി നമ്മുടെ നാട്ടിൽ ലിബറൽ മതത്തിൻ്റെ വക്താക്കളായി നമ്മുടെ കുടുംബങ്ങൾ മാറി. അവിടെ എന്താ, മ്യൂസിക് ഉണ്ട്, വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, ബർത്ത്ഡേകളുണ്ട്, അതിങ്ങനെ നടത്തി ആഘോഷാക്കി എന്നിട്ട് അത് സ്റ്റാറ്റസ് വെച്ച് ഞാനൊക്കെ അതിൻ്റെ ആളാണെന്ന് എല്ലാവരും പ്രചരിപ്പിച്ച് കൊണ്ട് നടക്കുക. പള്ള കാണലുണ്ട്, സുന്നത്ത് കല്യാണങ്ങളുടെ ആഘോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കുളിക്കല്യാണം എന്ന പേരിൽ വയസ്സറിയിക്കുന്ന കല്യാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേക്കപ്പിൻ്റെ അതിപ്രസരം പ്രായമായവർ മുതൽ കുട്ടികളെ വരെ ഇന്ന് വരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്ന മനുഷ്യർക്കും എന്താ കുഴപ്പമെന്ന് ചോദിച്ച് ഇതിനോടെല്ലാം നിസ്സാരമായി പുച്ഛത്തോടെ ഇവർ സംസാരിക്കുന്നു. ഇതിനെ എതിർക്കുന്നവരൊക്കെ ദീനറിയാത്തവരും അല്ലെങ്കിൽ അവർ നാടറിയാത്തവരും ബോധമില്ലാത്തവരും വിവേകമില്ലാത്തവരാണെന്ന് ജനങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മാരകമായ അപകടങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മുടെ കുടുംബം സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരണമെങ്കിൽ നല്ല പ്രാർത്ഥനയുണ്ടാവണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ തുടങ്ങുന്ന പ്രാർത്ഥന, റബ്ബി ജഅൽനീ മുഖീമസ്സലാ വമിൻ ദുർരിയതി പോലെയുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമുണ്ടാകുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ദുആകൾ കുടുംബത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ചും അവിടുത്തെ തഹജ്ജുദിൻ്റെ വേളകളിൽ, നമ്മുടെ സുജൂദിൻ്റെ വേളകളിൽ മനസ്സറിഞ്ഞ് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ശാന്തമായിരുന്ന കണ്ണീരോടുകൂടെ നമ്മുടെ വേവലാതികൾ, സങ്കടങ്ങൾ പടച്ചവനിലേക്ക് മടക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ സദസ്സിൽ ഒരുപാട് യുവാക്കളുണ്ട്, യുവതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യൗവനം ഓരോ ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വർഷം അവസാനിച്ച് പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ ആഘോഷിക്കാൻ എറണാകുളത്തേക്ക്, ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവരാണ് നമ്മുടെ മുമ്പിലുള്ളത്. യുവാക്കളെ, വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യൗവനം നന്നായി ആലോചിച്ചോ? രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം ആലോചിച്ചോ? ഒഴിവുവേളകൾ തിരക്കിലാകുന്നതിൻ്റെ മുമ്പ് നീ ആലോചിച്ചോ? മരണം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ജീവിതം നല്ലപോലെ ഉപയോഗിച്ചോ? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക മനുഷ്യരും വഞ്ചിതരായിരിക്കുന്ന രണ്ട് ഗുണങ്ങൾ, രണ്ട് നിഅമത്തുകൾ, അസ്സിഹ്ഹതു ആരോഗ്യം, വൽ ഫറാഗ് ഒഴിവു സമയം. ആ ഒഴിവു സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് ശ്രദ്ധിക്കുക. ആ ജീവിതത്തിനെ ശരിയാവണ്ണം നമ്മുടെ പ്രിയാപ്പിളമാർ, അതല്ലെങ്കിൽ വിവാഹരംഗത്തുള്ള ആഭാസങ്ങൾ, പേക്കൂത്തുകൾ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുന്ന എത്ര രക്ഷിതാക്കളുണ്ട് ഇപ്പോൾ? റോഡ് ബ്ലോക്ക്. പലപ്പോഴും അവിടുത്തെ ഓഡിറ്റോറിയങ്ങളിൽ പലതും എഴുതി വെക്കേണ്ടി വന്നു. പടക്കം പൊട്ടിക്കലുകളിൻ്റെ അപകടങ്ങൾ വന്നു. ദാരുണമായ വലിയ അപകടങ്ങൾ പല വിവാഹങ്ങളുടെയും പേക്കൂത്തുകൾ കൊണ്ട് സംഭവിച്ചു. എന്തെല്ലാമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? വിവാഹമെന്ന ആരാധനാ കർമ്മം പോലും പൊളിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. യുവാക്കളെ, നമുക്ക് നന്നാവാൻ, നമുക്ക് നന്മയിലേക്ക് വരാൻ, ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഏറ്റവും മനോഹരമായി സാധ്യമാകുന്നൊരു പ്രായത്തിലാണ് നമ്മളുള്ളത്. കുൽ മതാഉദ് ദുനിയാ ഖലീൽ, ഈ ദുനിയാവിൻ്റെ വിഭവങ്ങൾ കുറച്ചേ ഉള്ളൂ. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, തഖ്വ പാലിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. വലാ തുദ്ലമൂന ഫതീലാ, ഒരു തരിമ്പ് പോലും പരലോകത്ത് അനീതി കാണിക്കൂല. അല്ലാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ നമ്മൾ മുന്നിലേക്ക് വരണം. പ്രവാചകന്റെ സുന്നത്തുകൾ പിൻപറ്റാൻ നമ്മൾ മുന്നിലേക്ക് വരണം. അള്ളാഹുവിൻ്റെ പ്രവാചകന് എതിരായ കളിക്കാരെ, സിനിമാ താരങ്ങളെ, ഏതെങ്കിലും റീൽസുകളിലെ യൂട്യൂബിലെ വ്ളോഗർമാരെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഫാൻസുകളായി നമ്മൾ മാറരുത്. ഇസ്ലാം വിലക്കിയ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇസ്ലാം വിലക്കിയ ആശംസകൾ നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഇസ്ലാമിൽ ശക്തമായി ഗൗരവമായി എതിർത്തതിനെ വളരെ നിസ്സാരമായി കാണുന്നതിനെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത് കേൾക്കാനും പഠിക്കാനും ഈ ദീന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മളാൽ കഴിയാവുന്നത് ചെയ്യേണ്ടവരാണ് നമ്മൾ.